ആണവശക്തിയായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി ഹോമി ജെ ഭാഭയെ പോലുള്ളവർ തുടങ്ങിവെച്ച പദ്ധതി ഇന്ന് ചരിത്രപരമായ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറുകയാണ്. അമേരിക്ക, ചൈന, ജപ്പാൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് പോലും കൈവരിക്കുവാനാകാത്ത നേട്ടം ഇന്ന് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു. റഷ്യ കഴിഞ്ഞാൽ ഈ ടെക്നോളജി സ്വന്തമായിട്ടുള്ള ഒരേയൊരു രാജ്യമാണ് ഇന്ത്യ. ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി ചിലവാക്കിയിരുന്ന കോടിക്കണക്കിന് രൂപ ഇനി ഇന്ത്യക്ക് ലാഭിക്കാം. തമിഴ്നാട്ടിലെ കാൽപ്പാക്കം ആറ്റമിക് പവർ സ്റ്റേഷനിൽ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അതിന്റെ ആദ്യ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചിരിക്കുന്നു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ റിയാക്ടർ സജീവമായിരിക്കുന്നു, അതിന് ജീവൻ വെച്ചിരിക്കുന്നു. സാധാരണ റിയാക്ടറുകൾ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ഇന്ധനം കത്തിച്ചു തീർക്കുകയും ചെയ്യുന്നു. എന്നാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉപയോഗിക്കുന്ന ഇന്ധനത്തിനേക്കാൾ കൂടുതൽ ഉത്പാദിപ്പിക്കും. ആണവ റിയാക്ടറുകൾ പുറന്തള്ളുന്ന ന്യൂക്ലിയർ വേസ്റ്റിനെ ഇന്ധനമാക്കി മാറ്റുന്ന ടെക്നോളജി ലോകത്തിന്റെ ഊർജ്ജോൽപാദനത്തിന്റെ തലവര മാറ്റും. ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ എന്നും ബാധിച്ചിരുന്ന ഒരു പ്രശ്നമായിരുന്നു വിദേശത്തു നിന്നുള്ള ക്രൂഡ് ഓയിൽ LPG ഇറക്കുമതി. ഈ പദ്ധതിയുടെ 2 ഘട്ടങ്ങൾ ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി 3ാം ഘട്ടം ഇന്ത്യയുടെ കൈവശമുള്ള തോറിയ നിക്ഷേപത്തെ ഇന്ധനമാക്കി മാറ്റുക. അതിലൂടെ നൂറ്റാണ്ടുകളോളം ഇന്ത്യയെ ഊർജ്ജോൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക.